ഇപ്പൊ ആവർത്തിച്ചാൽ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ, ഇതൊക്കെ എന്താണെന്നില്ല ഈ ജനത്തിന് അറിയില്ലേ? 3.5 കോടി ജനത്തിന് അറിയുന്ന ഒരു വസ്തുതയാണല്ലോ. സഖാക്കൾക്ക് കൃത്യമായി ബോധ്യമുണ്ടല്ലോ ഈ കാര്യങ്ങൾ. എന്തുകൊണ്ട് പോലീസ് ഇത് അന്വേഷിക്കുന്നു? പോലീസിന് അത് പിടിച്ച് കസ്റ്റംസ് കൊടുത്താൽ പോരെ എന്നുള്ള ചോദ്യത്തിന് എന്താ ഉത്തരം? ഈ കൊടുത്തു വിട്ടതാരാ? പോലീസിന് അന്വേഷിക്കാൻ കഴിയോ? ദുബായിലും വിദേശ രാജ്യങ്ങളിലും പോലീസിന് പോകാൻ കഴിയോ? കസ്റ്റംസിന് അതിൽ ആക്ടിന്റെ അതിന് സൗകര്യമുണ്ട്, ഇന്റർനാഷണൽ ലോ ഉണ്ട്. ഈ കൊടുത്തു വിട്ടവനെ പിടിക്കണ്ടേ? ഇത് ആർക്കാണ് കൊണ്ടു കൊടുക്കുന്നത്? അത് പോലീസിന് പിടിക്കാൻ കഴിയും. പക്ഷെ പിടിക്കുന്നവനെ കൊണ്ടു കൊടുക്കാതെ ആയസന്റെ ഇവന്റെ ഏജന്റിനെ ഒരാളെങ്കിലും പോലീസ് അന്വേഷിച്ചോ? എന്താണ് മുഖ്യമന്ത്രി തലക്ക് വെളിവില്ലാതെ പറയുന്നത്? ഇതിന് തലക്ക് വെളിവില്ല എന്നല്ലേ ഇതിന് പറയാ? ഇതൊരു പ്രപഞ്ച സത്യമായി നിൽക്കല്ലേ? ഒരു കേസും ശിക്ഷിക്കാൻ കഴിയില്ല. 102 CRPC ആണ് ഇവർ പിടിക്കുന്നത്. കസ്റ്റംസ് ആക്ട് പ്രകാരം 108 മൊഴിയെടുത്തെങ്കിൽ മാത്രമേ ആ മൊഴി വാലിഡ് ആണ്. ആ മൊഴി എടുത്തു കഴിഞ്ഞാൽ കസ്റ്റംസിന് ഈ കാര്യത്തിന്റെ എവിടുന്ന് വന്നു, എവിടെ എത്തി, ഇതാർക്ക് കൊടുത്തു, ഈ 3 ആളെയും ക്ലബ് ചെയ്തുകൊണ്ടുള്ള കേസാ വരിക. ഇന്നത് രാജ്യദ്രോഹ കുറ്റായി. അപ്പൊ ഇതെല്ലാം പ്രപഞ്ചമായി നിൽക്കുകയാണ്. പിന്നെ മറ്റൊരു കാര്യം, ഈ സ്വർണം ഒരുക്കാന് ഇപ്പൊ ഇവരീ പറയുന്നുണ്ട് തട്ടാൻ്റെ അടുത്താണുള്ളത് സെറ്റിൽമെന്റ്, ഇത് അസസ് ചെയ്തിട്ട് കൊടുക്കുന്നത്, അപ്രൈസ് ചെയ്തിട്ട് കൊടുക്കുന്നത്. അത് ചെയ്യണമെങ്കിൽ ഒരു യൂണിറ്റിന് 6000 ഉറുപ്പിക കൊടുക്കണം. ഇവന്റെ ചാർജ്, ആർക്ക്? തട്ടാൻ്റെ ചാർജ്. അപ്പൊ ഞാൻ കണക്കൂട്ടി നോക്കുമ്പോൾ ഏകദേശം 16 ലക്ഷം ഉറുപ്പികയോളം ഇതുവരെ പിടിച്ച ഈ കേസിന് തട്ടാന് കൊടുത്തിട്ടുണ്ട്. ഇത് ഏത് ഫണ്ടാണ്? പോലീസുകാർ കേസിന് എടുത്തു കൊടുത്തോ? പരിശോധിക്കണ്ടേ? ഈ 10-16 ലക്ഷം ഉറുപ്പിക ഇവർ ഈ പറയുന്നത് പോലെയാണെങ്കിൽ തട്ടാന് കൊടുത്തിട്ടുണ്ട്. തട്ടാന്റെ കാര്യത്തിന് ഒരു എന്താ പറയാ, തട്ടാൻ എന്ന് പറയരുതെന്ന് എന്നോട് ഏതൊരു സഹോദരൻ വിളിച്ചു പറഞ്ഞിരുന്നു. അതൊരു സമുദായമാണ്, നിങ്ങൾ അങ്ങനെ പറയല്ലേ. അപ്പൊ സോറി, അങ്ങനെ ആർക്കെങ്കിലും വിഷമം വന്നിട്ടുണ്ടെങ്കിൽ ഞാനത് തിരുത്താണ്. അപ്പൊ ഈ സ്വർണ്ണപ്പണിക്കാരന് ഈ പറയുന്നത് പോലെ 10-16 ലക്ഷം ഉറുപ്പിക ഈ ഒരു പീരീഡിൽ അവർ കൊടുത്തിട്ടുണ്ടാവണം. അതായത് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുത്താണോ? ആ പൈസ ഇവിടെ ആരെയും പൈസ കൊടുത്ത്? പോലീസ് കീശയിന്ന് കൊടുത്തോ? അതോ ഈ പറയുന്ന സ്വർണ്ണപ്പണിക്കാരന് ഈ പറഞ്ഞ പോലെ തന്നെ അവന്റെ സൗകര്യത്തിനനുസരിച്ച് ഒരു കഷ്ണം വെട്ടി എടുത്തത് ഉരുക്കിക്കൊണ്ട ബാക്കി ഇവിടെ വെട്ടി ഞങ്ങൾക്കെന്താ എന്ന് പറഞ്ഞതല്ലേ? ഇത് പച്ചയായ സത്യം ആവർത്തിച്ച് പറയുമ്പോൾ പിന്നെയും പറയും കള്ളക്കടത്തേറെ സഹായിക്കാൻ നിൽക്കാൻ പറയും. 1 ഗ്രാമം പോവില്ല. ആ 1 കിലോ ഉരുക്കിയ മില്ലികൾ, കാരണം ഇത് 99% ഗോൾഡാണ് ഈ വരുന്നത്. 99.9 എന്താ പറയാ, 100% കൂട്ടിക്കുക. അതിൽ പോയിന്റ് അതൊരു എന്താ പറയുക, ഒരു റിസ്ക് കവർ ചെയ്യാൻ വേണ്ടിയിരുന്ന ശരിക്കും അത് 100% പ്യുവർ ഗോൾഡാണ്. അത് ഒരിക്കൽ എന്താവാനാണ്? അതന്നെ ഉണ്ടാവും. ഇതിലത് ഒരു വസ്തുതയില്ല. 1500 ഗ്രാം പാൻറ്റിലും ട്രൗസറിലും തേച്ച് കൊടുക്കുന്ന ഒരിക്കൽ ആ ഡ്രസ്സിന്റെ ആരാണ്? എന്താണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി? ഇനിയെങ്കിലും അദ്ദേഹം ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കണ്ടേ? അദ്ദേഹത്തെ ഈ പറ്റിക്കപ്പെടുന്ന അദ്ദേഹം ഇനിയും എന്താ മനസ്സിലാക്കാത്തത്? കേരളത്തിലെ മൂക്ക് താഴോട്ടായ മനുഷ്യർക്ക് മുഴുവൻ മനസ്സിലായി. അദ്ദേഹത്തിന് മനസ്സിലാണ്, എനിക്ക് നിവൃത്തിയൊന്നുമില്ല. അതൊന്നും ഒരിക്കലല്ല. അദ്ദേഹം കരുതി കൂട്ടി പറയണം. അയാൾക്ക് ബോധ്യപ്പെടുന്ന നേരമൊക്കെ കഴിഞ്ഞില്ലേ? ഇനി ഇത് ആവർത്തിച്ചുകൊണ്ടിരുന്നാല് കുറച്ച് സഖാക്കളോ അല്ലെങ്കിൽ ഈ പറഞ്ഞോളൊക്കെ അതിന്റെ ബാക്കിൽ ഓഹോ എന്നൊക്കെ പറയുന്നുണ്ടാവും. എന്നെ സഖാക്കൾ വിളിക്കുന്നുണ്ടല്ലോ, ഉത്തരവാദിത്തപ്പെട്ടവർ വിളിക്കുന്നുണ്ടല്ലോ. അല്ല, അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. അതൊക്കെ എല്ലാവർക്കും കേവല ബുദ്ധിയുള്ള മനുഷ്യന്മാരാണ്. എല്ലാവരും അന്വേഷിക്കട്ടെ, മനസ്സിലാക്കട്ടെ. ഞാൻ പേഴ്സണലായിട്ട് എനിക്ക് അറിവില്ലാത്ത ഒരു കാര്യം, ശശിക്ക് എന്തായാലും പങ്കുണ്ട്. ഈ ശശിക്ക് ഇതിൽ ശക്തമായ പങ്കുണ്ട്. ഈ ഇടപാടിന്റെ ഭാഗമാണ് ശശി എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു ഡൗട്ടുമില്ല. അതെന്താ തെളിവ് നിങ്ങൾ ചോദിക്കും. ആ തെളിവ് എന്ന് പറഞ്ഞാൽ കോമൺ സെൻസ്. 3 ചില്ലാനം കൊല്ലം അമ്പകുരം നിർത്താതെ നിർബാധം ഒരു എയർപോർട്ടിലൂടെ ഈ രീതിയിൽ സ്വർണം കടത്തി ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു SP മാത്രമേ സാധിക്കില്ല. അത് ADG അജിത് കുമാറുണ്ട്, അജിത് കുമാറിനോടൊപ്പം ഈ ശശിയുണ്ട്. അല്ലാതെ ഇത് ഒരിക്കലും നടക്കൂല. അതന്നെയാണ് ഇതിന് തെളിവ്. അല്ല, അത് അന്വേഷിക്കട്ടെ. അന്വേഷണ ഏജൻസി അന്വേഷിക്കുമല്ലോ. അതിനാണല്ലോ ഇതുവരെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, 2 കുട്ടി കാരിയർമാരെ നിങ്ങളുടെ മുമ്പിൽ 3 ദിവസം വരെ പ്രദർശിപ്പിച്ചത്. അവരെ ഒന്ന് വിളിച്ചു ചോദിച്ചോ ഈ SIT? അവര് പോലും തയ്യാറില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും?